ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് പൂങ്കുന്നം മുതൽ പാട്രായിക്കൽ പാലത്തിലേക്കുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന വാഹനങ്ങളെല്ലാം തന്നെ കേച്ചേരിയിലും മുതുവറയിലും ശോഭാ സിറ്റിയിലും വളരെയധികം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വന്ന് പെട്രോളും കളഞ്ഞ് അവരുടെ സമയനഷ്ടവും കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന പൂങ്കുന്നം മുതൽ പാട്രായിക്കൽ പാലം എന്ന് പറയുന്നത്. പാട്രായിക്കൽ പാലം എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവലോ ശബരിമല സീസണോ ഒന്നും വരേണ്ട ആവശ്യമില്ല. അവിടെ ഏത് സമയവും എന്നും ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പാട്രായിക്കൽ പാലം എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ പറയാൻ പറ്റും. പിന്നെ ഇത് കാണുന്ന ആൾക്കാരും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. ഈ ഭാഗത്ത് കാണുന്ന തിരക്കുകൾ ഇനി അശ്വിനി ജംഗ്ഷൻ കഴിഞ്ഞാലും ഈ തിരക്കിലൂടെ തന്നെയാണ് നമ്മൾ എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടത്. ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് കേരള കലാ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തുള്ള വൺ വേ റോഡ് മാത്രമാണ്. ആ വൺ വേ റോഡ് കഴിഞ്ഞിട്ട് ചെമ്പൂക്കാവിലെത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് തിരിയുമ്പോൾ കാണുന്ന മൃഗശാല റോഡും അത് കഴിഞ്ഞ് കാണുന്ന പുരാവസ്തു മ്യൂസിയം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ ജംഗ്ഷനുണ്ട്. അതാണ് തൃശ്ശൂരിൻ്റെ നഗരത്തിലേക്കുള്ളൊരു കവാടം എന്ന് വേണമെങ്കിൽ പറയാം. മണ്ണൂത്തിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കയറുവാനുള്ള ഒരു കവാടം, റൈറ്റിലേക്ക് പോകുന്നത് എറണാകുളം ഭാഗത്തേക്കുമാണ്. ആ ഭാഗത്ത് വലിയൊരു കുപ്പക്കെഴുത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടുന്ന് ഒരു വലിയൊരു ടാങ്കറോ ട്രെയിലർ ലോറിയോ ഒക്കെ വന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ വണ്ടിയാണെങ്കിൽ തന്നെയും അതുവഴി കടന്നു പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഇത് കാണുന്ന ആൾക്കാർക്കും ഒരു വട്ടമെങ്കിലും അവിടെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ഇത് കേൾക്കുമ്പോൾ തന്നെ അനുഭവം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂചിപ്പിക്കാവുന്നതാണ് ഈ വീഡിയോയുടെ താഴെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയാം. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഏതൊരു സർക്കാരായാലും അവരാദ്യം ചെയ്യേണ്ടത് ഈ തൃശ്ശൂർ ജില്ലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഷൊർണൂർ റോഡിലേക്കും ഗുരുവായൂർ റോഡിലേക്കും കടക്കുവാനുള്ള ഒരു ഫ്ലൈ ഓവറാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ഈ ഒരു ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരം കിട്ടുകയുള്ളൂ. കാരണം ഈ കാണുന്ന പ്രദേശങ്ങൾ മുഴുവനും സമ്പന്നർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് വികസനം നടത്തുവാനുള്ള കാശുണ്ടെങ്കിൽ വേറെ ഫ്ലൈ ഓവർ പണിയാൻ പറ്റും. കാരണം അവിടെ നമ്മൾ റോഡിന് വീതി കൂട്ടിയാലും നിരവധി ചെറിയ റോഡുകളാണ് ആ റോഡിലേക്ക് വന്ന് ചേരുന്നത്. വീണ്ടും ആ ഒരു ബ്ലോക്കുകളൊക്കെ അവിടെ തന്നെ വീണ്ടും ഉണ്ടാവും. അതിനൊരു പരിഹാരമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, അവിടുന്ന് ഒരു ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുരുവായൂർ റോഡിലേക്കും ഷൊർണൂർ റോഡിലേക്കുമുള്ള ഒരു ഫ്ലൈ ഓവർ അത് വളരെ നീളത്തിലുള്ളതാണെങ്കിൽ ദൂര യാത്രക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ, അവരുടെ സമയനഷ്ടമില്ലാതെ, ധനനഷ്ടമില്ലാതെ അവർക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് അവർക്ക് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാവുന്നതാണ്. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഖവിലക്കെടുത്തു കഴിഞ്ഞാൽ പറയുന്ന ജനങ്ങൾ നിങ്ങളെ ഒരിക്കലും കൈവെടിയുകയില്ല. ഇതിനൊക്കെ മുൻകൈയെടുക്കുക ഏത് സർക്കാരായാലും അവർ നമ്മൾ എന്നും നമ്മളുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യാത്രാമംഗളയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മഹേഷ് ആലപ്പുഴ എന്നൊരു പേജും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഓക്കെ, ബൈ.